story before. ധനവാൻ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. When the rich man lived, he lived in a lot of pomp and show. എന്നാൽ ലാസർ എന്ന് പറഞ്ഞ ദീനമായി കിടന്ന ഒരു മനുഷ്യൻ, വ്രണങ്ങളാൽ നിറഞ്ഞൊരു മനുഷ്യൻ, ധനവാന്റെ പടിപ്പുരവാതിക്കൽ കിടന്ന് ജീവിക്കുവാൻ ആഗ്രഹിച്ചു. But Lazarus was a man who was full of sores. He was like a beggar living beside the gate of the rich man. അപ്പോൾ പഴയ കാലത്ത് യേശു പറഞ്ഞ കഥയെക്കാളും ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഈ സ്കിറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. So we are giving you the skit. We're exposing the skit in today modern day times, so you and I can relate to it better. അന്നത്തെ കാലത്ത് യേശു പറഞ്ഞപ്പോൾ അബ്രഹാം പിതാവിന്റെ കാര്യവും പരദീസയുടെ കാര്യവും നരകത്തിന്റെ കാര്യവും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. And even when Jesus spoke about this story back in the days, we hear about Father Abraham and about Hades and different things. ഈ സ്കിറ്റ് നിങ്ങൾ കാണുമ്പോൾ വളരെ പ്രാർത്ഥനയും ദൈവസന്നിധിയിലായിരിക്കണം. And even as you see this skit, I just pray that you would be in an attitude of prayer and you would pray to God that He would speak into your life. നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ചെയ്താൽ അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വേണം. Whatever we do, even the smallest of things that we do, there should be the presence of God. ഈ സ്കിറ്റ് നടക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായി അതിനകത്തെ കഥാപാത്രങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. I just hope that as the skit goes on, each of you would be silent and you would just notice the characters that are being exposed out here. You guys ready? Okay. Hello. Check 3. Hello. Check. എന്തു വാടയാ യേശുവേ, ദൈവമേ ചവന്നിരുന്നത് എന്നെ രക്ഷിക്കണേ. കർത്താവേ, എവിടെ പോയി കിടക്കുവായിരുന്നടാ? ഞാന് പശുവിന് കാടിവെള്ളം കൊടുക്കായിരുന്നു. മലയാളിക്ക് എടുക്കട്ടെ ക്ലാസ്. മുറ്റത്തോ? അയ്യോ, നമ്മുടെ ലാസറാ. മലയാളി എന്റെ മുറ്റത്ത് എന്തിനാണ് വന്ന് കിടക്കുന്നത്? അതറിയാം, എനിക്ക് അവനോട് ചോദിച്ചല്ല പറ്റുള്ളൂ. എന്നെ ഞാൻ വലിയ ശല്യാണോ? പറഞ്ഞു വിടണ. വലിയ എപ്പോഴും കിടന്ന് അടിച്ചോണ്ടിരിക്കും. എന്തോ നാറ്റം എന്നറിയോ? ഞാൻ ഇപ്പൊ വരാം. മലയാളിയെ എന്റെ ഒക്കെ കാര്യം എവിടെ പോയി കിടക്കുക? ഇതാ അലമാരി ഇതേ അടിക്കാനുള്ള സാധനം, അടിച്ച് മാറ്റാനുള്ള സാധനം അല്ലടാ. തിന്നെ എന്നിട്ട് അടിച്ച കാണുന്നുണ്ടത്. ആ ബാങ്കിലെ ആൾക്കാരെ എല്ലാം വന്നോ? ബാങ്കില് അവൻ വന്നായിരുന്നു. മൊലാളി ആര് വന്നാലും ഇല്ലണോ? ഇല്ല, മൊലാളി ഇല്ലെന്ന് പറയണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു മൊലാളി ഇല്ല, പോയിക്കോളാം. ദൈവമേ, അയാളെ എന്തൊരു പാടുപെട്ട ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയാമോ? എന്നെ പറ്റി നിന്നെ വലിയ ശല്യമാണല്ലോടാ നീ. എടാ, അതൊക്കെ ആളൊക്കെ അറിഞ്ഞ് ചെയ്യണ്ടേ? മുതലാളിയെ വിശക്കുന്നേ. അതുകൊണ്ട് ഒരെണ്ണം കിടന്ന് കീറുന്നു. എന്ത് ശരിയായി വിശന്നിട്ടായിരിക്കും മൊലാളിയെ. ഉണ്ടോടാ? മൊലാളിക്കാന്നോ? എനിക്ക് അവനെടുത്ത് കൊടുക്കാൻ നീ എന്നെ പണിഞ്ഞ് എടാ അവന്റെ തൊള്ള എന്ന് നിറയണം. കൊണ്ട് മുതലാളിയെ വിശക്കുന്നേ. ചൂടായി ബൈക്കും കാറും കൂട്ടിയിടിച്ച് രണ്ടുപേരും മരിച്ചു. അവരൊക്കെ സ്വർഗത്തിൽ. സവാളയുടെ വില പിന്നെ കൂടിയോ? ദൈവമേ, എന്തൊരു ശല്യം! എന്ത് തക്കാളി 68.
ക്രിസ്മസ് വരാൻ പോവല്ലേ, പ്രത്യേകിച്ചൊന്നും പഴങ്കഞ്ഞി കൊടുക്കാനില്ലേ നിന്നോട് പറഞ്ഞേ? ആ പഴങ്കഞ്ഞി 2 പഴം 2 പപ്പടം മാത്രമേ എടുത്തുള്ളൂ. ഇതെന്തുവാടെ ഇത് പത്രം? ഇങ്ങനാണോടാ പത്രം ഇരിക്കുന്നത്? ഇതെന്തുവാ പട്ടി കടിച്ചോണ്ടാ? പട്ടി കടിച്ചല്ല, നിന്നോടൊക്കെ രാവിലെ പോയി പത്രം എടുക്കാൻ പറയാം. പത്രക്കാരെ മാസവും ഒരു വാരി കൊണ്ടിരുന്നത് ഞാൻ ഇതൊക്കെ എങ്ങനെയാടാ വായിക്കുന്നത്? കണ്ണാടി പിന്നെ ഉച്ചയോണ്ട് എന്തുവാടാ? ചിക്കൻ 65. നിന്നോട് ഞാൻ ഇറച്ചി മേടിച്ചോണ്ട് വരേണ്ടതാണ്. ഇറച്ചി എന്ന് പറയുമ്പോ അങ്ങാർക്ക് മനസ്സിലായില്ലേ, ഞാൻ ചിക്കൻ എന്ന് പറഞ്ഞു, അപ്പൊ അക്കാർക്ക് മനസ്സിലാക്കി. ആട്ടെ, ഇവിടെ സവാള ഇരിപ്പുണ്ടോ? സവാള മേടിച്ചോണ്ട് പറഞ്ഞ പറയാൻ മറന്നുപോയി. തക്കാളി സവാള ഒന്നും ഇല്ല. ആ തക്കാളി ഇല്ലല്ലോ? ഇല്ല. ആ കാര്യമായി. കാര്യമായതോ? അതെ, ഈ 2 ആഴ്ചത്തേക്ക് ഇവിടെ സവാളയും തക്കാളിയും ഒന്നും വേണ്ട. ആകെ 65 പീസ് ചിക്കനേ ഉള്ളൂ. 65 ഉണ്ടാക്കാനുള്ളതാ. തക്കാളി സവാള ഇല്ല. ഞാൻ 65 ഒന്നും ഉണ്ടാക്കണ്ട. പറയാ മലയാളി പറ. ഞാൻ പറയുന്ന കേട്ടാ മതി. ഇനിയും തൊട്ട് 2 ആഴ്ചക്ക് ഇവിടെ സവാളയും വേണ്ട തക്കാളിയും വേണ്ട. അതിന്റെ മലയാളിയെ ആടാ അതൊക്കെ എങ്ങനെയാടാ? നോക്കി കണ്ടുപോയി ജീവിക്കണം. പണക്കാരൻ പോലും പാവപ്പെട്ടവനാവൂടാ. വില കൂടിയുണ്ടാണോ മലയാളി? അതുകൊണ്ടല്ലടാ, ഞാൻ ഇന്നലെ ഡോക്ടറിനെ ഒന്ന് കണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു ഈ സവാള മലയാളി മുട്ടയ്ക്കൊക്കെ പിന്നെ വില ഇതിനാടാ. മുട്ട വെക്കാമല്ലോ. നീ മേടിച്ചോണ്ട് വരുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാ മതി. ശരി കേട്ടല്ലോ? ശരി മലയാളി. ആ പിന്നെ നീ ഞാൻ പറയാൻ പറഞ്ഞു ആ കഥ ഒക്കെ അടച്ചായിരുന്നു. നീ കഥ എന്നാ മലയാളിയെ? എടാ ഇപ്പൊ നമ്മുടെ ഒരു പാസ്റ്റർ മറ്റേ ഉപദേശി ഒരു വെള്ളയും വെള്ളമൊക്കെ ഇട്ട് ഒരു കറുത്ത പുസ്തകം കൊണ്ടൊക്കെ ആ പുള്ളി വലിയ ശല്യമാണ്. പുള്ളി ഈ മുക്കിന് പുതിയതായിട്ട് ഇറങ്ങിയ ഈ മുക്ക് മൊത്തം മുക്കിയിട്ട് ഇറങ്ങത്തുണ്ടെന്ന പുള്ളിയുടെ വിചാരം. അടേ അതുകൊണ്ട് ഒരു കാര്യം കഥ കാണാൻ കുറ്റിയിടുക. അഥവാ ഇനി പുള്ളി വന്ന ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞു തറപ്പിച്ച് പറഞ്ഞേക്കണം. മുതലാളിയില്ലേ സഹോദര? മലയാളി ഉണ്ട്. ആരാ? ഞാൻ താഴത്തെ സഭയിലെ ഉപദേശിയായിരുന്നു. അപ്പൊ ഒന്ന് മുതലാളിയെ കാണാൻ. ഉപദേശിയോ? പിന്നെ മലയാളി ഇല്ലാന്ന് പറയാൻ പറഞ്ഞു. ഇല്ല മുതലാളി ഒന്ന് കണ്ട ഒന്ന് പറഞ്ഞത് സഭയിലെ ഉപദേശി ഇല്ല. ഇല്ല മലയാളി ഇല്ല. ഉണ്ടോ ഒന്ന് പറയാൻ സഹോദരൻ ഒന്ന് പറ സഹോദരൻ. ശരി മലയാളിയെ പണി പാടി കേട്ട ഞാൻ ഇല്ലാന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. പോയില്ല പോയില്ല. ആ ലാസറിനേക്കാൾ കഷ്ടമുണ്ടല്ലോ ഇയാള്. പിച്ചക്കാരനേക്കാൾ വലിയ ശല്യം. ഒരു കാര്യം ചെയ്യും, അതിന്റെ ഒറ്റയ്ക്ക് എടുത്ത് കൊടുക്കുക. 500 എല്ലാം എടുത്ത് കൊടുത്ത് പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന്. അങ്ങോട്ട് പിടിച്ചിട്ട് ആ സഹോദരൻ ഇപ്പൊ വേണ്ട, ഞാൻ മുതലാളി ഇന്ന് മേടിച്ചോളാം. കണ്ട മുതലാളിയെ സ്വോത്രം മുതലാളി സുഖാണോ? ഇങ്ങനൊക്കെ പോകുന്നു. എന്നാ ചൂടാന്നറിയാവോ മുതലാളി വെളിയിൽ? പിന്നെ ഞാൻ എന്നാന്നറിയാവോ, നല്ല ചൂടുള്ളപ്പോഴത്തേക്ക് AC ഉള്ള 2 വീട്ടിൽ കയറി സുവിശേഷം പറയും, ആ ചൂട് ഒന്ന് മാറും. എന്നാതാ ചൂടാ വെളിയിൽ, അയ്യോ സഹിക്കാൻ വയ്യ. പിന്നെ വേറെ എന്നാണ് മുതലാളി വിശേഷമൊക്കെ? നമ്മളിപ്പം പാവപ്പെട്ടവരൊക്കെ ആയിക്കഴിഞ്ഞു. സവാളയുടെ വില കണ്ടില്ലേ മുതലാളി? സവോള മാത്രമല്ല ജീവിതം, ഈ വചനവും ജീവിതം. അവൻ അവിടെ ഇരിക്കട്ടെ എന്റെ മുതലാളി, പാവമായി ഇരിക്കടാ കോശിയെ. സംസാരിക്കുമ്പോ ഇവൻ മുതലാളി ഇത് കേട്ടെ, സ്വർഗത്തില് ധനവാനെന്നോ ദരിദ്രനെന്നോ ഇല്ല. അതിന് ഇവൻ സ്വർഗത്തിൽ പാട്ട് വേണ്ടേ? പോകുന്നത് നീ ഇരിയടാ കൊച്ചേ, നീ ഇരുന്നേ, അങ്ങോട്ട് ഇരി, നീ അങ്ങോട്ട് വേണ്ടത്. മുതലാളി ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാ മുതലാളി ബൈബിളിനെ കുറിച്ച് മുതലാളിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ബൈബിളൊക്കെ നമ്മൾ സ്ഥിരം വായിക്കും മുതലാളി. അതല്ല, ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടവരാ, പക്ഷെ ഈ ബൈബിൾ അറിഞ്ഞാലുണ്ടല്ലോ നമ്മളെല്ലാം. മുതലാളി വീട്ടിൽ ജനിച്ച ആളാണോ? അയ്യോ അതല്ല ഞാൻ ചോദിച്ചു, കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആളാണോ? അതൊക്കെ നമ്മൾ പണ്ട് ഞാൻ പാരമ്പര്യമായിട്ട് അച്ഛനും തിരുമേനിയൊക്കെ ഉള്ള ആളുകളൊക്കെ. മുതലാളി അതല്ല, ജീവിതത്തിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവന് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അറിയാവുന്ന കാര്യം. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ എന്ന് ഓടി നടക്കൂല്ലയോ? ഈ ഓടി നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാനൊരു വചനം വായിക്കാം, മുതലാളിക്ക് ആ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ പിടികിട്ടി. കണ്ണാടിയൊക്കെ
വിളിക്കുന്ന താത്തേച്ച് വചനമൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് മുതലാളി. അതല്ല, ഇതൊക്കെ നല്ല വചനമാണ്. ഞാൻ മുതലാളി, ഈ വചനങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഒത്തിരി നമ്മളെ അങ്ങ് സ്വാധീനിക്കത്തക്കതായ വചനങ്ങളാണ്. ഇപ്പൊ ഒട്ടും സമയമില്ല, മോളുടെ കല്യാണമൊക്കെ അടുത്ത് വരും. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പയ്യെ എന്നൊരു കാര്യം ഞാനെന്നാ ഒരാഴ്ച കഴിഞ്ഞ് വരാം. അയ്യോ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സിംഗപ്പൂരിലോട്ട് പോവാ. അയ്യോ, എന്നാ ഒരു 2 ആഴ്ച. അന്നേരം ഞാൻ ദുബായിലായിരിക്കും. എന്നാ മുതലാളി ഒരു മാസം കഴിയുമ്പോഴത്തേക്കും വരുമല്ലോ. അന്നേരം ആർക്കറിയാൻ ഞാൻ എവിടെ ആയിരിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ലേ, ഭയങ്കര എന്നാ മുതലാളി വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണം. ഒരു വാക്ക് എന്നെ വിളിച്ചാണ്ടല്ലോ, ഞാൻ അന്നേരം കോശിയോട് ഞാൻ പറഞ്ഞു, കോശി മുതലാളി വരുമ്പോ എന്നെ നീ ഒന്ന് വിളിക്കണം, ഞാൻ മുതലാളിയെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതല്ല കോശി, നീ എന്നെ ഫോണിലൊന്ന് വിളിക്കണം, മുതലാളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മുതലാളി ഞാനെന്നാ പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. മുതലാളി എന്നാ ഞാനെന്നാ പ്രാർത്ഥിക്കാം. മറ്റേ പതിവുകൊണ്ടത്തെ പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ നീ കരുതിയ കൃപയ്ക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മകന്റെ കല്ലായുള്ള ഹൃദയത്തെ നീ മാറ്റി മാംസളമായ ഒരു ഹൃദയത്തെ നീ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. കർത്താവേ, 30, 60, 100 മേനിയായി ഇനി വരുമ്പോൾ കിട്ടുവാനും നീ ഇടയാക്കിയതിനായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവ്, വീണ്ടും നിന്റെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇനി വരുമ്പോൾ നിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം മാർദ്ദവമായ ഹൃദയം നിന്റെ മക്കളുടെ ഉള്ളിലേക്ക് അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്നാ മുതലാളി, ഞാനിന്ന് അങ്ങോട്ട് ഇറങ്ങുവാ. പിന്നെ ഞാൻ പറയട്ടെ, സത്യമാ മുതലാളി, ഞങ്ങൾ പറയുന്നത് അപ്പാടെ ചെയ്യുന്ന ആൾക്കാർ ഓരോരുത്തർ രക്ഷിക്കപ്പെടുത്തണോ അങ്ങനെ കൊണ്ട് എനിക്കൊരു ഗുണം ചെയ്യാറുണ്ട്. മിറ്റത്ത് അവനെ ഒന്ന് വിടുവിച്ചോണ്ട് പോവോ ഇവിടുന്ന്. 100% മുതലാളി, ഞാൻ തൊട്ടാ വിടുവിക്കുന്നതാണ്. നമുക്കൊരു ഗുണമാവുമല്ലോ. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ നീയൊക്കെ ഒന്ന് നന്നാക്കി എടുത്തന്നെ പൊന്നെ കർത്താവ് എന്നെ റെഡിയാക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. പോയോ പുള്ളി പോയോ? പുള്ളി പോയി, ലാസർ പോയില്ല. അല്ലേലേ ഇതൊക്കെ ഇങ്ങനെയുള്ളടാ. ഇവരൊക്കെ ഭയങ്കര ഇതൊക്കെയാ, പറച്ചിലൊക്കെ അറ്റത്തെ പറച്ചില്ല, പ്രവൃത്തിയിലാകുമ്പോ ഒന്നും കാണത്തില്ലടാ. ഇതൊക്കെ നമുക്കും പറയാന്നില്ല. ഒരു ബൈബിള് പറഞ്ഞ് നമുക്കും അങ്ങോട്ട് ഇറങ്ങാന്ന് വിടുവിക്കാൻ പറയുമ്പോഴൊക്കെ ഇങ്ങനെ എത്ര ഉള്ളടാ. ഇവരൊക്കെ ഇങ്ങനെ അല്ലല്ലോ. പുള്ളി പോയതിന്റെ പറയുന്ന ഗേറ്റ് ഒക്കെ അടച്ചിട്ടുണ്ടോ? എന്തായാലും ഇനി 1 മാസത്തേക്ക് പുള്ളി ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് വിശ്വാസം. പിന്നെ മറ്റേ ആ ലോണ് ഞാനൊന്ന് അപേക്ഷിച്ചായിരുന്നു. അവര് വന്നായിരുന്നു. ആ മാത്യൂസ് ലോണ് വന്ന് മുല്ലാളി വിളിക്കാന്ന് പറഞ്ഞു, വന്നില്ല. ഓ, അവനാണെങ്കിൽ വിളിച്ചത് ഇല്ല. പിന്നെ മറ്റേ ഇട്ടിച്ചന്റെ വീട്ടിലോട്ടൊന്ന് പോകണം. അവന് ഇച്ചിരി പൈസ കൊടുത്തിട്ട് കുറെ നാളായെന്നേ. ഞാൻ പോണോ? നീ ഇവിടെ നിന്നാ മതി, ഞാൻ പോയി ചിടട്ട് വരാം. വേണേ 2 ചട്ടിയൊക്കെ പൊട്ടിച്ചിട്ടേ നമ്മളെടുത്ത് കളി. പിന്നെ ഉച്ചകൊണ്ട് എന്താ നീ പറയാ? ചിക്കൻ ശരിയാകുമോ അത്? അത് ഞാൻ ഇന്നും പുറത്ത് കഴിക്കേണ്ട വരുമോ? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ടാക്കാം. പക്ഷെ സവാള ഇല്ല, തക്കാളി നോക്കാം. അതൊക്കെ മതിയടാ. പിന്നെ എന്നാ മുതലാളി, എന്നാ പറ്റിയത്? എന്നാ ചുമയാ? നെഞ്ചിന് ഇച്ചിരി വേദന. അയ്യോ, കുടിക്കച്ചി വെള്ളം കൊടുത്തരാം. എന്താന്ന് അറിയുന്നില്ല. അയ്യോ, മാറിപ്പോയി. സ്പ്രേ ആയിരുന്നു. ഞാൻ പറഞ്ഞു
അവനെ ഒന്ന് വിളിച്ചോണ്ട് അവനെന്തോ ചെയ്യാനോ വന്നിട്ട്. നിന്നോടെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ വിളിച്ചോണ്ട് വരണം. ശരി ആ. ശരി മുതലാളി. മുത്തുവിനെ വിളിക്കാം. ദാ മുത്തേ. മുത്തേ പോയ്. ഓ. ഡേയ് ഡേയ് എന്തുവാടേ ഇത്? ഇങ്ങട് വാ, ഇങ്ങട്. ഇങ്ങ് പാട്. വാ. പോടി, വാ. ഇത് പാത്തയാ? എന്നാച്ചു സ്വാമി? ഇത് മരിച്ചു പോയിച്ചു. என்ன ഞാനോ ജ്യൂസൊക്കെ എടുക്കണേ വെറുതെ கொண்டீங்களா? കൊന്നൊന്നുമല്ല, ഞാൻ കൊന്നിട്ടൊന്നുമില്ല. ഓ உங்க மலட்டாரா? മുതലാളി കൊന്നു. നീ ഇങ്ങോട്ടോ മുത്തു എന്തുകൊണ്ട് വിശേഷം? എപ്പടി ഇരിക്കാൻ? ആ കുഴപ്പമില്ല. പിന്നെ ഓ അല്ല ഇവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. சொன்னாங்க கொலை கேஸ் போல தெரியுது. കൊലയൊന്നുമില്ലടാ, ഇന്ന് പോയി കുഴിച്ചു മൂടിയാ മതി. நீங்க பண்ணிட்டீங்களா? നീ എന്റെ പറമ്പിൽ കൊണ്ടൊന്ന് കുഴിച്ചു മൂടിയാ മതിയടാ. பெரிய பிரச்சனை போலீஸ் கேஸ் எல்லாம் നമ്മുടെ പോക്കറ്റിലില്ലേ? അതൊക്കെ ഞാൻ ഏറ്റുന്ന്. നിനക്ക് ഒരു കുഴപ്പം വരുന്നില്ലെന്ന് ഞാൻ ഏറ്റു. நல்ல செலவு இருக்கிற வேலைங்க. ഞാൻ ഒരു കാര്യം, നീ ബുദ്ധിമുട്ടുകളൊക്കെ പോകുന്നില്ലയോ? ഞാൻ ഒരു 200 രൂപ നിനക്ക് തന്നേക്കാം. என்ன நினைக்கிறீங்க? 200 ரூபாவா? இது வேற கொலை கேஸ் வேற, நீங்க வேற பிரச்சனையா? 200 ഒക്കെ മതിയടാ. 200 രൂപ ഇപ്പൊ നോക്കൂലിയുണ്ട്. നാട്ടു കേസാ. இது நம்ம பையன் தாங்க. நீங்க வேற ഇവൻ മറ്റേ മുങ്ങി നടന്ന ടീമില്ലേ? ഇവരൊക്കെ ഇപ്പഴേ പൊങ്ങു. പിന്നെ മുത്തു ഒരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരും കൊണ്ട് ഒരു 300 രൂപ എങ്ങനെ തന്നേക്കാം. நீங்க வேற சம பிரச்சனை, போலீஸ் கேஸ். ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏറ്റവും 300 രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ നടക്കൂല. എടാ നീ ഇപ്പോഴത്തെ സവാളയുടെ റേറ്റ് ഉണ്ടോ? 300 രൂപയ്ക്ക് എത്ര സവാള മേടിക്കാന്ന് അറിയാൻ എന്ത് വേണം ഇത്? முடியாதுண்ணா, முடியாது. நீங்க ஆள விடுங்க. நீங்க ഒരു 350 வேணாம் சாமி, எதுவுமே வேணாம். நீங்களே பாத்துக்கோங்க. നീയൊക്കെ ഇനി ഇങ്ങോട്ട് വരും. ഇവിടെ പറമ്പിൽ ജോലി பிரச்சனை இருக்குங்க. நீங்க ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? നീ എത്ര വേണമെന്ന് പറയണം. ആ ശരി, എത്ര? 500 രൂപ ഇല്ലാതെ നടക്കൂല. 500? 500 രൂപയുടെ വില നിനക്കറിയാവോടാ? 500 രൂപയൊന്നും പറ്റത്തില്ല. നീ ഒരു കാര്യം, ഒരു 400 രൂപയ്ക്ക് പിടിച്ചോ. വീട് നമ്മുടെ വിറ്റത്തൊന്നും അങ്ങ് പോവല്ലോ. 500 പിന്നെ മുത്തു അവനൊക്കെ എടുത്തോണ്ട് പോകുന്നുള്ള കുഴിച്ചു മൂടി ഒരു പട്ടി എല്ലാം ഏറ്റോണം. പിടി കാലെ പിടിച്ച് കൈയെ പിടിച്ച് കൊണ്ടുപോകണേടാ. പുരാവസ്തുവാ കേട്ടോ. അങ്ങനെ അത് പോയി കിട്ടി. കൊണ്ടുപോയടാ പുള്ളിയെ. കൊണ്ടുപോയി കുഴിച്ചു മൂടിയാ? കുഴിച്ചു മൂടി. കാര്യം 2 മഴ പെയ്യുമ്പോഴത്തേക്ക് ആ മണ്ണൊക്കെ താന്നോ. ഞാനവിടെ മാർക്കായിട്ട് ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. എന്തിനാണ് ചെരുപ്പൊക്കെ വെച്ചേക്കുന്നത്? വെറുതെ രാത്രിയിലെങ്ങാണ് നടക്കുമ്പോ അവനാ അവിടെ കിടക്കുന്നത്, മാറി നടക്കാമല്ലോ. പൊട്ടനാ, ചുമ്മാ എന്തിനാണ് നിന്റെ ചെരുപ്പൊക്കെ കളയുന്നേ? ഞാൻ എന്റെ ചെരുപ്പല്ലേ ഇട്ട, മോലാളിയുടെ ചെരുപ്പല്ലേ എന്നാ മോലാളി? മര്യാദക്ക് ചപ്പൽ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ടോ? ചപ്പലിട്ടിട്ട് ഷൂ എടുത്തോണ്ട് പോയി വെച്ചോട്ടെ. ദൈവമേ, ഇവന്റെ ഒക്കെ ഒരു കാര്യം. അല്ല പോലീസുകാരാ മോലാളിയെ പിടിച്ചോട്ടെ. അതിങ്ങ് എടുത്തോണ്ട് ഇവിടെ വെച്ചേക്കണം. എന്റെ ഷൂവോ ചപ്പലോ ഇനി മേലെ തൊട്ട് പോലും ഇല്ല. സ്ലിപ്പേഴ്സ് ഇല്ല. പട്ടിയേക്കാളും കഷ്ടമാണല്ലോടാ നീ. എനിക്ക് വിഷമം കേട്ടോ. പിന്നെ പോട്ടെ, അതൊക്കെ പോട്ടെ. നീ മോൾ ഇന്നലെ കാനഡയിൽ നിന്ന് വിളിച്ചായിരുന്നേ? പിന്നെ തിരക്കുണ്ട് കാര്യം. അവളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. മോന് കല്യാണമൊക്കെ ആയില്ലേ? അപ്പം അവരൊക്കെ നിർബന്ധിച്ചോണ്ട് ഒരു പുതിയ വണ്ടി മേടിക്കാന്ന് വിചാരിച്ചു. വണ്ടി മേടിക്കാൻ പോകുന്ന എന്തായാലും 2 ഉണ്ട്, പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നേ. ഇനി ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ് ഒരു വണ്ടി കൂടെ മേടിക്കാന്ന് തീരുമാനിച്ചു. ആ മാത്യൂസിനോട് ഞാൻ ഇവിടെ വരാൻ പറഞ്ഞ, എന്റെ കാര്യത്തിനാ വരാൻ പറഞ്ഞ. വിളിച്ചതുമില്ല, വന്നു.
അവനെന്തെങ്കിലും കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചാ അവനോട് വരാൻ പറഞ്ഞേ. പിന്നെ നിന്റെ അറിവിന് കാറ് വല്ലതും കിടപ്പുണ്ടോ? ആ കിട്ടിയ ആലോചിക്കേ, ഞാനും ആലോചിക്കാവേ. ശരി. അറിയാം ആലോചിക്കാനില്ലയോ? അല്ല, പിന്നെ കിട്ടിയോ? നമുക്കൊരു ഷിറ്റ് അങ്ങ് എടുത്താലോ? പറഞ്ഞേ ഷിറ്റ് അത് എന്നാന്നറിയോ? ഞാൻ പറഞ്ഞു തരട്ടെ. കൊറേ നാളായിട്ടുള്ള എന്റെ ആഗ്രഹ മുതലാളിയുടെ ഷിറ്റ് നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ഈ നാട്ടുകാര് മൊത്തം കാണണം. എന്തുകൊണ്ടാ ഈ പറയുന്നേ? മുതലാളിയുടെ ഷിറ്റ് നമ്മുടെ മുറ്റത്ത് നാട്ടുകാർ കാണണം. ഞാൻ നിങ്ങളുടെ കാറിന്റെ കാര്യമില്ലടാ ഞാൻ പറഞ്ഞേ. പിന്നെ കാർ, ആ കാറിലാണ് ഈ കാറാണോ? ഞാനൊരു നല്ല കാറ് കണ്ടു. വേണ്ട പൊട്ട സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കാറാ. ഇവനെ ജോലിക്കാരനാക്കി എന്നെ വേണം തല്ലാൻ. എന്ത് ഒരു കാര്യം, കാറും വേണ്ട കാറുകയും ചെയ്യണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്നോട് ചോദിച്ച അബദ്ധമായി. ആ ബാങ്കിലെ പേപ്പേഴ്സ് ഒക്കെ റെഡിയായോ? ഞാൻ ഫയല ചിക്കൻ വെട്ടാൻ വേണ്ടി വെച്ചു ഫയൽ കൊണ്ടാണോ ചിക്കൻ വെട്ടുന്നേ? അത് കട്ടിയുള്ള ഫയലായോണ്ട് വെച്ചിങ്ങനെ അറിയാൻ നല്ല സുഖം. ഓ ദൈവമേ, എന്നാ ഈശോയെ എന്നെ ഇവിടെ നിന്ന് വിടുവിക്കൂ. വെടിവെക്കാം. അയ്യോ, ഇപ്പൊ എന്നാ ചെയ്യാനാ? ആ റബ്ബർ വെട്ടുകാരൻ വന്നോ? വന്ന് കണക്ക് തന്നായിരുന്നേ. ആ തന്നിട്ട് ഞാനത് എഴുതി വെക്കാൻ പറഞ്ഞതാ എന്നോട്. ഞാൻ എഴുതി വെച്ചില്ല. പണ്ടത്തെ വീട്ടിലെ മനക്കണത്താക്കി ഞാൻ മറന്നു പോയി. ഓർക്കുന്നുണ്ട്. എന്നിട്ട് അതിന് 25,400 ആന്നേ, അത്രയൊക്കെയാ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ട് മണക്കനക്ക് പറ്റത്തില്ല എന്ന്? നിന്നോട് എഴുതി വെക്കാൻ ഞാൻ പറയാറില്ലയോ? എന്റെ ഫയലും കൊണ്ട് നിനക്ക് ചിക്കൻ വെട്ടാം, ഒരു പേപ്പറിനകത്തോട്ട് നിനക്ക് എഴുതി വെക്കാൻ അറിയത്തില്ല അല്ലയോ? ഇനി എഴുതി വെച്ചോളാം മുതലാളി. ആ ശരി. ഞാനിപ്പം ബാങ്ക് വരെ പോവാ. അമ്മാരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാറിന്റെ ലോണൊക്കെ നോക്കണം. അപ്പം അതിനുവേണ്ടി ഞാൻ പോവാ. ഞാൻ പോകുന്ന വഴിയുള്ള ഉച്ചയൂണാകുമ്പോഴത്തേക്ക് എന്നാ മുതലാളി? ഉച്ചയൂണാകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങരുത്. ആര് വന്നാലും ഇല്ലാത്ത മുതലാളി വന്നാലും തുറക്കില്ല. ആര് വന്നാലും നീ തുറന്നോ, കുഴപ്പമില്ല കേട്ടല്ലോ. എന്നിട്ട് ഉച്ചയൂണാകുമ്പോഴത്തേക്ക് എല്ലാം ഉണ്ടാക്കിക്കണേ. പണ്ടത്തെ കൂട്ടാക്കല്ലേ? ഇല്ല എല്ലാം ഉണ്ടാക്കി. ബാങ്കിലോട്ടൊന്ന് പോവാനേ. ഓ ശരി. പിന്നെ ഉപദേശം വന്നാ ഇല്ലെന്ന് പറയും. നല്ല സുഖം. ഇനി എന്തൊക്കെ ചെയ്യണം? ചിക്കൻ അരിയണം, മട്ടൺ അരിയണം. നമ്മുടെ മുതലാളി പോയടാ. അയ്യോ പോയി ബാങ്കി പോയതാ. എന്നാണ് മോളിൽ പോയെന്ന് ഫെഡറൽ ബാങ്ക് മോളിലല്ലയോ? നിന്നെ കൊണ്ട് തോറ്റിയടാ. നമ്മുടെ മുതലാളി തട്ടിപ്പോയടാ. എന്നെ പിടിച്ചോ? മുതലാളി പോയി, നീ പോയോ? വെള്ളം എടുത്ത് ഒരു കാര്യം. നീ സങ്കടപ്പെടാ. ഞങ്ങളൊക്കെ അല്ലടാ നിന്നോട്. നീ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേ. വിളിച്ചറിയിച്ചു. മോളെ കണ്ടില്ലേ? മോളെ അറിയിക്ക്. പിന്നെ നമുക്ക് ആ മൊബൈൽ സംഭവം മൊബൈൽ സിമ്മും വീട്ടിൽ വെച്ചിട്ടാ പോയത്. അല്ലടാ മൊബൈൽ അതെന്തോ സാധനം? ഫ്രീസർ അങ്ങനല്ല. ഈ ആൾക്കാരൊക്കെ കിടത്തിട്ട് നമ്മൾ കുറച്ച് ദിവസമൊക്കെ വെക്കില്ലേ, തണുപ്പിച്ച് വെക്കാം. എന്നാ ഇത്? ഈ മൊബൈൽ ഫ്രീസർ ഫ്രീസർ. അതില് നമുക്ക് ഒരാഴ്ച വിട്ട് ഒരാഴ്ച വെക്കാം. ഒരാഴ്ച വേണ്ട, നമുക്ക് ഒരു മാസം വെച്ചൊക്കെ തണുപ്പിച്ചു വിടാം. പിന്നെ കഴിക്കാനും കൂടെ നമുക്കൊരു പൊതി കൊടുക്കാം. പഴംപൊരിയോ ബിരിയാണി പറ. ബിരിയാണി എങ്കിൽ ബിരിയാണി കൊടുക്കാം. നമുക്ക് നല്ല അടിച്ചു പൊളിക്കാം. ലാസർ മരിച്ചു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകും തീയതാകും അവനവന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം അനുഭവിക്കേണ്ടത്. പിതാവേ, കടന്നു
ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് വന്നിരുന്നാലും നീ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ നിന്റെ കഷ്ടങ്ങളിലും നിന്റെ നഷ്ടങ്ങളിലും നിന്റെ കണ്ണുനീരിലുമെല്ലാം വിശ്വാസത്തെ മുറുകെ പിടിച്ച് നീ ദൈവത്തിന്റെ കൂടെ നടന്നത് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് എന്നോടുകൂടെ നീ പരദീസയിലിരിക്കുവാൻ പിതാവാം ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു. മകനെ, നീ ഭൂമിയിലേക്ക് നോക്കിക്കാട്ടെ. വിശ്വാസത്തെ മുറുകെ പിടിച്ച് ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന അനേകം ജനങ്ങളെ നീ കാണുന്നില്ലേ? ആയിരങ്ങൾ പാപത്തിൽ നശിച്ചു പോകുമ്പോൾ നിന്റെ കൂടെയുള്ള ഒരു കൂട്ടം ജനം ദൈവത്തെ തള്ളിപ്പറയാതെ നിന്റെ സ്നേഹിതന്മാർ, നിന്റെ കൂടെ നടന്ന വിശ്വാസ സമൂഹത്തിലെ തലവന്മാർ, അവരെല്ലാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് നീ കാണുന്നില്ലേ? ഓ പിതാവേ, ഞാൻ കാണുന്നു. അതാ മത്തായി ചേട്ടൻ, എലിദോ ചേട്ടൻ, എല്ലാവരും ഉണ്ടല്ലോ. നീ എല്ലാവരെയും കാണുമ്പോൾ ഭൂമിയിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നവരോടൊപ്പം തന്നെ ഒരു കൂട്ടം ജനം ദൈവത്തെ അറിയാതെ അവർ ഈ ലോകത്തിന്റെ വഴികളിൽപ്പെട്ട് ചിതറിപ്പോകുന്നവരായി അവിടെ കാണപ്പെടുന്നില്ലേ? ഇതാ ഞാൻ ആ കാണിക്കുന്ന സ്ഥലത്തേക്ക് നീ നോക്കിക്കേ. അതാണ് നരകം. ആ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന വ്യക്തി നിനക്ക് ഓർമ്മയുണ്ടോ? നാളുകൾക്ക് മുമ്പ് നീ ആ ഭവനത്തിന്റെ പടിപ്പുരവാതിക്കലാണ് കിടന്നിരുന്നത്. ആ മനുഷ്യനായിരുന്നു നിന്റെ കാലത്തിൽ നിന്റെ ദേശത്തുള്ള ഏറ്റവും വലിയ ധനവാൻ. ഞാൻ കാണുന്നു. അയ്യോ, അതാ ധനവാൻ തന്നെയല്ലേ? അല്ല, ആരായിരിക്കുന്നത്? നമ്മുടെ ലാസർ അല്ലയോ അത്? ലാസർ ആരുടെ മടിയിലാണ് ഇരിക്കുന്നത്? അബ്രഹാം പിതാവല്ലയോ? പിതാവേ, വലിയ പിതാവേ, മനസ്സറിയുന്നവേ, ഞാൻ ഇവിടെ കിടന്ന് യാതന അനുഭവിക്കുന്ന മനസ്സറിയുന്നവേ പിതാവേ. മകനെ, നീ ഭൂമിയിലായിരുന്നപ്പോൾ നീ സന്തോഷിച്ച് നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. എന്നാൽ നീ ദൈവത്തെ അറിഞ്ഞില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിച്ച ലാസർ അവന്റെ മരണം കടന്നു വന്നപ്പോൾ അവൻ എന്റെ മടിയിൽ പരദീസയിലേക്ക് കടന്നു വരുവാൻ ഇടയായി. പിതാവേ, ഞാൻ ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഇവിടെ വലിയുന്നു. ലാസറിന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ അടുത്ത് ഒരു തുള്ളി വെള്ളത്തിനായി അയക്കുന്നവേ, മനസ്സറിയുന്നവേ. ഇവിടെ നിന്നൊരാൾക്ക് അങ്ങോട്ടോ അവിടെ നിന്നൊരാൾക്ക് ഇങ്ങോട്ടോ വരുവാൻ വളരെ അന്തരമുണ്ട്. ഒരിക്കലും അത് സാധിക്കത്തില്ല. അയ്യോ പിതാവേ, അങ്ങനെ പറയരുത്. അതല്ലെങ്കിൽ ആ ലാസറിനെ എന്റെ ഭവനത്തിലേക്ക് അയക്കണമേ. എന്റെ സഹോദരന്മാരും എന്റെ സുഹൃത്തുക്കൾ അവർ നശിക്കും. അവൻ എന്നെ പോലെ അവനെ മനസ്സിൽ അയക്കുന്നു. മകനെ, അവിടെ ഭൂമിയിൽ അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. അവർ പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ അവരെ ഞാൻ അവിടെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. അല്ല അല്ല പിതാവേ, അങ്ങനെ അല്ല. മരിച്ചവരിൽ ഒരുവൻ പോയി അവരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞാൽ അവർ അത് കേൾക്കും. ഭൂമിയിലുള്ളവർ പറഞ്ഞാൽ അവർ അത് നിഷേധിക്കും. പിതാവേ, മനസ്സറിയണമേ. അവരുടെ അടുക്കലേക്ക് ലാസറിനെ അയക്കണമേ പിതാവേ. അങ്ങനെ ഒരിക്കലും ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം ജീവനോടിരിക്കുന്ന അവർ പറയുന്നത് കേൾക്കാത്തവർ മരിച്ചവർ പോയി പറഞ്ഞാലും ഒരിക്കലും കേൾക്കുകയില്ല. അല്ല, ഇതാരാ? വലിയ തിരുമിനിയോ? തിരുമേനി സ്വർഗത്തിൽ പോയില്ലയോ? തിരുമേനി ചുമരിക്കണോ? എന്റെ പുറം ചൊറിഞ്ഞാലും വലിയ നരകത്തിൽ. നമ്മളിത് കണ്ടത് ഇന്ന് പകലിൽ ദൈവസഭയോട് പറയുവാനുള്ളത്
രണ്ട് യജമാനന്മാരെ ആർക്കും ഒരു നാളും സേവിക്കുവാൻ സാധിക്കത്തില്ല. But we just saw it here as a message to the Church of God that we cannot serve two masters in our life. അങ്ങനെ ചെയ്താൽ ഒരുവനെ തള്ളി മറ്റൊരുവന്റെ കൂടെ ചേരും. And if we worship two masters, we serve two masters, eventually we're going to worship one, serve one, and going to withdraw from the other. ധനവാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. When the rich man lived on this earth, he lived in a lot of pomp and show. പക്ഷേ ദൈവത്തെ അറിയാത്തവനായ അവൻ ജീവിച്ചത്. But he lived without knowing his God. എന്നാൽ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരായി ജീവിക്കുന്ന അനേകർ ഇതിന്റെ നടുവിലുണ്ട്. But there are so many people you need to understand who live in this world knowing God but away from an intimate love with Him. നമ്മുടെ ദേശത്ത് നിന്ന് ഇറങ്ങി നോക്കിയാൽ, If you walk around in our place, നമ്മൾ പാർക്കുന്ന പട്ടണങ്ങളിൽ നിന്ന് ഇറങ്ങി നോക്കിയാൽ, if we walk around inside our cities, നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പരാജയം, it's one of the biggest failures that we see in our cities. ഒരു കയ്യിൽ ബൈബിളും കാണും, അവന്റെ ജീവിതത്തിനകത്ത് വിശുദ്ധിയും കാണത്തില്ല. He might have a Bible or she might have a Bible, but he may not have holiness in his life. സഭ ദൈവത്തിൻ്റെതാണ്. The church is God's own. സഭ ക്രിസ്തു വില കൊടുത്ത് വാങ്ങിയതാണ്. The church is redeemed by Jesus. യേശുവിന്റെ രക്തത്താൽ ദൈവബലിയിൽ നാം ഇവിടെ ആയിരിക്കുന്നത്. It is because of the blood of Jesus that we are standing here, Son of God. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, This morning may I ask you, ദൈവവചന പ്രകാരം ജീവിക്കുമെന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? how many of you are here committing to live according to the commandments of God this morning? ഞാൻ പറഞ്ഞു, രണ്ട് ദാസന്മാരെ, രണ്ട് യജമാനന്മാരെ ഒരിക്കലും ആർക്കും സേവിക്കാൻ സാധിക്കത്തില്ല. Just like I said before, you cannot serve two masters. ഒരു വശത്ത് പാപം നിൽക്കുന്നു, One side you got sin, മറുവശത്ത് പരിശുദ്ധാത്മാവ് and നിൽക്കുന്നു. on another side you see the Holy Spirit. നിങ്ങൾ ആരെ അനുസരിക്കുന്നുവോ And whoever you listen to, നിങ്ങൾ അവരുടെ അടിമയായി തീരുകയും. you will become a servant to what you listen to. നിങ്ങൾ പാപത്തെ അനുസരിച്ചാൽ If you follow sin, നിങ്ങളുടെ മേലുള്ള അധികാരം പാപത്തിനാണ്. your authority, you will be bow down before the sin. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ But if you follow Jesus, നിങ്ങളുടെ മേലുള്ള അതോറിറ്റി ദൈവത്തിനാണ്. your authority, the authority over your life belongs to God and God only. നമ്മൾ അല്പസമയം സന്തോഷിച്ചു. We have taken time out to just rejoice in God's presence. ഈ കണ്ട നാടകത്തിൽ നിന്നും From the skit that we saw, നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നൊരു പുതിയ തീരുമാനമായി കടന്നു പോകാം. let's get out of here with a small resolve in our hearts. ഇന്നു മുതൽ ദൈവമേ എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റി പണിയണമെന്ന് എത്ര പേർ From ആഗ്രഹിക്കുന്നു? now on, God, I just pray that you would reconstruct my life. How many of you say that this morning? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. If you can bow your heads in prayer. ദൈവമേ കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്തണമേ. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുടെ മേലും ദൈവത്തിന്റെ കൃപയുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ കൂടെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവേ ദൈവത്തിന്റെ കൃപ കൂടെ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക്